പ്രിയപ്പെട്ടവരെ, 66 സങ്കീർത്തനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ദൈവഭക്തരെ വന്ന് കേൾക്കുവിൻ, അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തവയെല്ലാം ഞാൻ വിവരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഓരോ നൈറ്റ് വിജിലിലൂടെയും കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഉള്ള സാക്ഷ്യങ്ങളാണ് ഇനി നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. കത്തുകളിലൂടെ നമ്മെ എഴുതി അറിയിച്ചിരിക്കുന്ന സാക്ഷ്യങ്ങൾ ഇവിടെ വായിക്കപ്പെടുമ്പോൾ വിശ്വാസത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയിൽ നമുക്കും പങ്കുചേരാം. ഈ ശുശ്രൂഷയ്ക്ക് ഇന്ന് നേതൃത്വം നൽകുന്നത് ഷാലോം ശുശ്രൂഷകനായ മാത്യു പി ഡി ബ്രദറാണ്. സഹോദരനോട് ചേർന്ന് വലിയ സന്തോഷത്തോടെ വിശ്വാസത്തോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്: ദൈവത്തിന് അസാധ്യമായൊന്നുമില്ല. ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളിൽ അനേകരുടെ ജീവിതത്തിൽ ദൈവം ഈ ശുശ്രൂഷയിലൂടെ അത്ഭുതകരമായിട്ട് ഇടപെട്ടു. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഓരോ നിമിഷവും ദൈവപരിപാലന അനുഭവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഹല്ലേലൂയ. ആ നല്ല കർത്താവിന് നന്ദി പറയാനായി നമുക്ക് ദൈവസന്നിധിയിലൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ദൈവം അത്ഭുതകരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നവനാണ്. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങളൊന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുത്താം. ദൈവം ഇന്നോളം നമ്മളെ വഴി നടത്തിയ, ഈ ശുശ്രൂഷയുടെ ലോകമെമ്പാടും വഴി നടത്തിയ അനുഗ്രഹിക്കപ്പെട്ട ഏറെ ജീവിതങ്ങളുണ്ട്. അവരെയും ഒന്ന് കണ്ടുകൊണ്ട് നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കർത്താവേ നന്ദി പറയുന്നു. നിന്റെ കൃപയ്ക്കായി, അനുഗ്രഹത്തിനായി, വഴി നടത്തിപ്പിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കരങ്ങളടിച്ച് നമുക്കൊന്ന് ചേർന്ന് പാടി ആരാധിക്കാം. ദൈവത്തിന് സാധ്യമായി യാതൊന്നുമില്ല. ബോധ്യത്തോടെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ആമേൻ. കർത്താവേ നന്ദി പറയുന്നു. ഈശോയെ നിന്റെ അനുഗ്രഹത്തിനായി നന്ദി പറയുന്നു. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ച പോലെ അങ്ങിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിക്കായി കണക്കിട്ടല്ലോ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമത് നീതിക്കായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവായി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ
നമുക്ക് ശാന്തമായിട്ടിരിക്കാം. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ കർത്താവ് മോശയോട് അരുളി ചെയ്യുകയാണ്, എൻ്റെ കൈകൾക്ക് നീളം കുറഞ്ഞു പോയോ, എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടങ്ങളിൽ അനേകരുടെ ജീവിതത്തിൽ ഈ ശുശ്രൂഷ വഴി ദൈവത്തിൻ്റെ കരം നീണ്ടു വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ സാക്ഷ്യങ്ങൾ നമ്മൾ ശ്രവിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിലെ ശക്തി, അവൻ്റെ കരങ്ങൾ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലും നീണ്ടിവരും. ദൈവം ഒരു അത്ഭുതം നമുക്കായി പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ആദ്യം ശ്രവിക്കുന്ന കത്ത് മറിയാമ്മ മാത്യു സഹോദരി കോഴിക്കോട് നിന്ന് എഴുതിയ ഒരു കത്താണ്. എൻ്റെ ബ്രദറിൻ്റെ മകൾ അബുദാബിയിൽ വെച്ച് ജനുവരി അവസാനം സിസേറിയൻ വഴി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. പിന്നീട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവളുടെ വലതുഭാഗം കൈക്കും കാലിനും പെട്ടെന്ന് തളർച്ച അനുഭവപ്പെട്ട് കുഴഞ്ഞു വീണു. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചുവെങ്കിലും അൺകോൺഷ്യസ് ആയി. തുടർന്ന് ഫിറ്റ്സ് ഉണ്ടായി, വെന്റിലേറ്ററിലായി. നില അത്യന്തം ഗുരുതരമായി. സെറിബ്രൽ ത്രോംബോസിസ് ആണെന്ന് സ്കാനിങ്ങിൽ മനസ്സിലായി. വിദഗ്ധ ഡോക്ടർമാർ വേണ്ട ട്രീറ്റ്മെൻ്റ് എടുത്തെങ്കിലും ഒന്നും ഫലപ്രദമാകാത്ത സ്ഥിതിയായി. ഇനി ഒരു അത്ഭുതം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് കൂടെയുള്ളവരോട് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ തന്നെ ശാലോമിലേക്ക് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു. കണ്ണീരോടെയുള്ള പ്രാർത്ഥന ദൈവം കേട്ടു. പിറ്റേ ദിവസം 2 മണിയോടെ അവൾ കണ്ണു തുറന്നു, കയ്യും കാലും അനക്കി സംസാരിച്ചു, ഭർത്താവിനെ തിരിച്ചറിഞ്ഞു. ഒരു മിറക്കൽ തന്നെ നടന്നിരിക്കുന്നുവെന്ന് ഡോക്ടർമാർ ഹോസ്പിറ്റലിലുള്ളവർ സാക്ഷ്യപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്ന ദൈവം. ആ കർത്താവിനെ കരങ്ങളടിച്ച് നന്ദിയോടെ നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് പാടി ആരാധിക്കാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. എൻ്റെ പേര് ലില്ലിക്കുട്ടി. കൊല്ലത്ത് നിന്നാണ് ഈ കത്ത് എഴുതുന്നത്. ശാലോമിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. ഞങ്ങളുടെ മകൾ ഷൈനി വിവാഹം കഴിഞ്ഞ് 5 വർഷമായിട്ടും കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഒരുപാട് ചികിത്സകൾ നടത്തിയിട്ടും ഫലമുണ്ടായില്ല. 2012 ഡിസംബർ മാസത്തിലെ നൈറ്റ് വിജിലിലെ ആരാധനയിൽ മനം നൊന്ത് ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിച്ചു. പിറ്റേ മാസം തന്നെ മകൾ ഗർഭിണിയാകുകയും മിടുക്കിയാനായ ഒരാൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. ഇപ്പോൾ മകന് 2.5 വയസ്സ് പ്രായമുണ്ട്. താമസിച്ചതിന് ക്ഷമ ചോദിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി ചികിത്സകൾ നടത്തി, ഒത്തിരി വഴികൾ അന്വേഷിച്ചു. എന്നാൽ ഒരു നൈറ്റ് വിജിൽ രാത്രിയിൽ കർത്താവിൻ്റെ മുമ്പിൽ കണ്ണീരോടെ ഹൃദയം നുറുങ്ങി നിലവിളിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിൻ്റെ കണ്ണീരിലേക്ക് കർത്താവ് കടന്നു വന്നുകൊണ്ട് ആ കുടുംബത്തെ അനുഗ്രഹിച്ച ആ യേശുവിനെ കരങ്ങൾ ഉയർത്തി നന്ദി പറഞ്ഞ് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മകളുടെ കുഞ്ഞിനു വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത്. ഈ കുഞ്ഞ് 6 വയസ്സുവരെ ഞങ്ങളുടെ കൂടെ നിന്നാണ് വളർന്നത്. മകൾ ജോലി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ സ്കൂളിലാണ്. 2015 ജൂൺ 25 മകൾ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോയി അവിടെ സ്കൂളിൽ ചേർത്തു. ഒരു ദിവസം വലിയ കുഴപ്പമൊന്നുമില്ലാതെ ക്ലാസ്സിലിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ അവൾക്ക് അമ്മയുടെ ക്ലാസ്സിൽ ഇരിക്കണമെന്ന് പറഞ്ഞ് കരയുവാൻ തുടങ്ങി. അമ്മയുടെ ക്ലാസ്സിൽ ഇരിക്കാൻ അവിടെ അനുവദിക്കുകയുമില്ല. മകളാകെ വിഷമിച്ചു. തിരിച്ച് നാട്ടിലേക്ക് പോയാലോ എന്ന് വരെ ചിന്തിച്ച് വീട്ടിലേക്ക് വിളിച്ച് അമ്മയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അന്ന് ഒരാദ്യ വെള്ളിയാഴ്ചയായിരുന്നു. ആരാധനയുടെ സമയത്ത് അമ്മ കരഞ്ഞു പ്രാർത്ഥിച്ചു.
പിറ്റേ ദിവസം ശനിയാഴ്ച മുതൽ അവൾ ക്ലാസ്സിൽ കരയാതിരിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥന കേട്ട് കുഞ്ഞിനെ അനുഗ്രഹിച്ച കർത്താവിന് 1000 നന്ദി. പ്രിയപ്പെട്ടവരെ, ഈ സാക്ഷ്യം എഴുതിയിരിക്കുന്നത് കുഞ്ഞുമോൾ എന്നൊരു സഹോദരി വയനാട്ടിൽ നിന്നാണ് സാക്ഷ്യപ്പെടുത്തുക. അവർ നൈറ്റ് വിജിലിൽ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ടു. നൈറ്റ് വിജിലിൻ്റെ പിറ്റേ ദിവസം തുടങ്ങി കുഞ്ഞിന് ക്ലാസ്സിലിരിക്കാനുള്ള അസ്വസ്ഥ മാറി. കുഞ്ഞ് സുഖമായിട്ട് ക്ലാസ്സിലിരിക്കാൻ തുടങ്ങി. നമുക്ക് കരങ്ങളടിച്ച് പാട്ട് പാടി കർത്താവിൻ്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ചെങ്കട കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തും അവൻ, സകലം കാക്കും ദൈവമവൻ. ചെങ്കട കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തും അവൻ, സകലം കാക്കും ദൈവമവൻ. അങ്കമാലിയിൽ നിന്ന് ലാലി എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ ആദ്യമായി ശാലോം നൈറ്റ് വിജിൽ പ്രോഗ്രാം കാണുന്നത് മാർച്ച് മാസത്തിലാണ്. ആ ദിവസങ്ങളിൽ എൻ്റെ മകൻ ലാറ്റ്വിയയ്ക്ക് ജോലിക്ക് പോകുന്നതിന് വിസ ഇൻ്റർവ്യൂവിന് ഡൽഹിയിൽ പോയിരിക്കുകയായിരുന്നു. 6 മാസമായിട്ടും ഇൻ്റർവ്യൂ കഴിഞ്ഞ് വിസ കിട്ടാത്തവർ ഒരുപാട് പേർ അവിടെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ് മകൻ വിളിച്ചു. നൈറ്റ് വിജിലിൽ സാക്ഷ്യങ്ങൾ വായിക്കുന്നത് കണ്ടപ്പോൾ ഞാനും പ്രാർത്ഥിച്ചു. ഈ മാസം തന്നെ വിസ ലഭിക്കുകയാണെങ്കിൽ ഞാനും സാക്ഷി എഴുതി ഇടാമെന്ന്. മാർച്ച് 29 ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വിസ കിട്ടുകയും ഏപ്രിൽ 6 ജോലിക്കായി പോവുകയും ചെയ്തു. ഇത്രയേറെ അനുഗ്രഹിച്ച ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഹാലേലുയ, ഹാലേലുയ. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് ആ സഹോദരി നൈറ്റ് വിജിൽ കാണുകയാണ്. അപ്പോൾ അവിടെ വായിച്ചൊരു സാക്ഷ്യം ആ വ്യക്തിയെ സ്വാധീനിച്ചു. അവർ മകന് വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. ആ മാസത്തിൽ തന്നെ മകൻ്റെ വിസ സാങ്ഷനായി. ഇന്ന് ആ മകൻ വിദേശത്ത് ജോലി ചെയ്യുന്നു. കരങ്ങളടിച്ച് പാടി കർത്താവിൻ്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ലോകത്തിനാശ്രയമേ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിനാശ്രയമേ അത് ഒന്നെനിക്കാശ്രയമേ. ദൈവത്തിനാശ്രയമേ അത് ഒന്നെനിക്കാശ്രയമേ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. പുറപ്പാട് 15:26 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. എൻ്റെ പേര് പ്രിയ. എൻ്റെ ആങ്ങളയുടെ മകൻ ആരോണിൻ്റെ രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് ഞാൻ എഴുതുന്നത്. ഈസ്റ്ററിന് ഒരാഴ്ച മുമ്പ് ആ മകനെ വയറുവേദനയും ഛർദിയുമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. സ്കാനിങ്ങും എൻഡോസ്കോപ്പിയും ചെയ്തപ്പോൾ വയറ്റിൽ തടിപ്പുണ്ട്, അത് ഓപ്പറേറ്റ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. സ്കാനിൻ്റെയും എൻഡോസ്കോപ്പിയുടെയും റിസൾട്ട് വന്നപ്പോൾ വേറെ 2-3 സ്ഥലത്ത് കൂടി തടിപ്പുണ്ട്, അത് ക്യാൻസറാണോ എന്ന സംശയമുള്ളതിനാൽ ബയോപ്സിക്ക് അയക്കണമെന്നും അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഓപ്പറേഷൻ്റെ തീയതി തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ആദ്യം തടിപ്പാണ് എന്ന് പറഞ്ഞപ്പോൾ ശാലോം പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ കൂടാതെ മാറുകയാണെങ്കിൽ സാക്ഷ്യം എഴുതിയിടാമെന്ന് ഞാൻ മനസ്സിൽ അപ്പോൾ തന്നെ നേർന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. ഓപ്പറേഷൻ വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ സഹോദരിയുടെ വിശ്വാസപൂർവമുള്ള പ്രാർത്ഥന, ലൂക്കാ 6:19, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് സൗഖ്യം ആവശ്യമായ എല്ലാവരെയും സുഖപ്പെടുത്തുന്ന കർത്താവ്. ആ കുഞ്ഞിനൊരു ഓപ്പറേഷൻ ഒഴിവാക്കിക്കൊണ്ട്
അത്ഭുതകരമായ രീതിയിൽ ദൈവം അവന് സൗഖ്യം നൽകി. ഹല്ലേലൂയ. കരങ്ങൾ ശക്തമായി അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി വീണ്ടും നമുക്ക് പാടി ആരാധിക്കാം. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. കരങ്ങൾ ഉയർത്തിയെടുത്ത് ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ആമേൻ. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. കരങ്ങളൊന്ന് ഉയർത്തി വീശി ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കണ്ണുകളടച്ച് കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. ഇത് അത്ഭുതങ്ങളുടെ രാത്രിയാണ്, അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ്. ദൈവം അനേകരുടെ കണ്ണുനീരിലേക്ക്, നിലവിളിയിലേക്ക് ഇറങ്ങി വരുന്ന രാത്രിയാണിത്. തകർക്കപ്പെട്ട അനേക ജീവിതങ്ങൾ ഈ രാത്രിയിൽ പുനരുദ്ധരിയിരിക്കുന്ന ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രകടമായ ഇടപെടൽ സംഭവിക്കുന്ന രാത്രി. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ സന്നിധി നമുക്ക് സമർപ്പിക്കാം. നമ്മളിവിടെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ നിയോഗങ്ങളെയും നമുക്ക് ഓർക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ അനേക ആയിരങ്ങൾ, ലക്ഷക്കണക്കിന് വ്യക്തികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇരു കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. ലോകം മുഴുവനുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികളോട് ചേർന്ന് ഈ രാത്രിയിൽ ഉറക്കമൊലിച്ചിരുന്ന് കർത്താവിൻ്റെ കടന്നുവരവിനായി, അവൻ്റെ സ്പർശനത്തിനായി കാത്തിരിക്കുന്നവരോട് ചേർന്ന് കരമുയർത്താൻ. പ്രിയമുള്ളവരെ, ഇവരുടെ രോഗപീഠകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അത്ഭുത ശക്തി കടന്നു വരാൻ നമുക്ക് ആഗ്രഹിക്കാം. ലോകം മുഴുവൻ പുതുക്കപ്പെടുന്ന ഒരു അഭിഷേക ശക്തി വ്യാപരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ രോഗികളെയും കർത്താവ് തൊടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തകർന്ന ജീവിതങ്ങളെ രാത്രിയിൽ അവിടുന്ന് പുനരുദ്ധരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. രോഗത്തിന്റെ വീടയിൽ ഞെരുക്കപ്പെട്ട കുടുംബങ്ങളെ അവിടുന്ന് സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കാം. തകർന്ന കുടുംബങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തി കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ആദരം തുറന്ന് നമുക്ക് കുറച്ച് സമയം കർത്താവിനൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു. ഓ ദൈവമേ, ഓരോ കുടുംബത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. ഓരോ വ്യക്തിയുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണമേ. നിന്റെ അത്ഭുത ശക്തി പ്രവർത്തിക്കട്ടെ. നിന്റെ നാമം മഹത്വപ്പെടട്ടെ. തിന്മകൾ പരാജയപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ അത്ഭുത ശക്തി അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഈ രാത്രിയിൽ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി കടന്നു വരട്ടെ. കർത്താവേ, ആകാശം പിളർന്ന് അവിടുന്ന് എഴുന്നള്ളി വരണമേ. വീര്യം പ്രവർത്തികൾ അവിടുന്ന് ചെയ്യണമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ മഹത്വം. യേശുവേ ആരാധന. യേശുവേ നന്ദി. യേശുവേ. എന്നെ പൊതിഞ്ഞു പിടിക്കണം, തിന്മ കാണാതെ കാക്കണം. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, ജീവിതം സമർപ്പിക്കാം. തിന്മ കാണാതെ കാക്കണമേ. ഈശോയെ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ,
യേശുവേ. ഈശോദിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോദിൻ മേലങ്കിക്കുള്ളിൽ. കണ്ണുകളടച്ച് നമ്മുടെ ഇരു കരവും നമുക്കൊന്ന് തുറന്നു പിടിക്കാം. പ്രിയമുള്ളവരെ, നമ്മളിൽ വലിയൊരു അഭിഷേകമുണ്ട്. ലോകം മുഴുവൻ വേണ്ടി, മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ അഭിഷേകം ചെയ്ത് ഉപയോഗിക്കാൻ. നമ്മുടെ പ്രാർത്ഥനകളിലൂടെ ദൈവം മിനിസ്ട്രി അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു, ലോകത്തെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഓരോ പ്രാർത്ഥനകളും വ്യർത്ഥമായി പോകുന്നില്ല. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സ്വർഗത്തിലേക്ക് വരികയാണ്. അത് വരും കാലഘട്ടങ്ങളിൽ വലിയ അനുഗ്രഹമായി ലോകത്തിലേക്ക് ദൈവം ഒഴുകും, അഭിഷേകമായി. അതിനാൽ വലിയ വിശ്വാസത്തോടെ, വലിയ സ്നേഹത്തോടെ നമുക്കൊന്നു ചേർന്ന് ശാലോം മിനിസ്ട്രിക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, ലോകം മുഴുവനിലേക്കും നിന്റെ വചനം എത്തിക്കുവാൻ, നിന്റെ സൗഖ്യം എത്തിക്കുവാൻ, അഭിഷേകം പകരുവാൻ കർത്താവേ, നിന്റെ ആത്മാവിനാൽ രൂപീകൃതമായ ശാലോം മിനിസ്ട്രി ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോനാഥ, ഈ ശുശ്രൂഷയെ മുമ്പിൽ നിന്ന് നയിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ നിയുക്തരായിരിക്കുന്ന നേതൃത്വ നിരയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ അഭിഷേകം നൽകി പരിശുദ്ധാത്മ നിറവിൽ ഈ കാലഘട്ടത്തിന്റെ മുമ്പേ സഞ്ചരിക്കുവാൻ അഭിഷേകത്താൽ അവരെ പൊതിയണമേ, തിന്മയിൽ നിന്ന് സംരക്ഷിക്കണമേ. ശാലോം മിനിസ്ട്രിയോട് ചേർന്ന് നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകരെയും അവരുടെ കുടുംബങ്ങളെയും അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ശാലോമിന്റെ എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാലോം ടൈംസിന് വേണ്ടിയും ശാലോം ടൈഡിങ്സിന് വേണ്ടിയും ശാലോം തമിഴ് മാഗസിന് വേണ്ടിയും ശാലോം ജർമ്മൻ പതിപ്പിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മാസികകളെ പുതിയ അഭിഷേകം നൽകി വായനക്കാരെ നീ അനുഗ്രഹിക്കണമേ. യേശുവേ, യേശുവേ, സഭകളുടെ ഐക്യത്തിനു വേണ്ടി അങ്ങയുടെ പദ്ധതിയായ സൺഡേ ശാലോമിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സൺഡേ ശാലോമിനെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന വാഗ്ദാനമനുസരിച്ച് ലോകത്തിൽ സുവിശേഷം നൽകുവാൻ പരിശുദ്ധാത്മാവേ അങ്ങ് മെനഞ്ഞെടുത്ത ശാലോം ടെലിവിഷനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശാലോം ടെലിവിഷന്റെ പ്രോഗ്രാമുകളെ ഭവനങ്ങളിൽ എത്തിക്കുന്ന DTH സംവിധാനങ്ങൾക്ക് വേണ്ടിയും കേബിൾ നെറ്റ്വർക്കിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ പ്രവർത്തന മേഖലയെ നീ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ശാലോമിന്റെ നൈറ്റ് വിജിൽ ശുശ്രൂഷയെ നീ അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകലരെയും നീ സന്ദർശിക്കുകയും അനുഗ്രഹിക്കുകയും
അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവേ, എന്റെ കർത്താവേ, ശാലോം ശുശ്രൂഷകരായി ഈ ലോകം മുഴുവനിലും സുവിശേഷത്തിനു വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ മക്കളെയും ഉന്നതമായ അഭിഷേകം നൽകി നയിക്കണമേ. ഹല്ലേലൂയ. നമ്മുടെ ഇരു കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ശാലോം മിനിസ്ട്രിയിലേക്ക് നമ്മൾ ഉയർത്തിയ പ്രാർത്ഥന കടമേ സ്വർഗത്തിന്റെ അംഗീകാരത്തിന്റെ മുദ്ര പതിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് തീയായി കാറ്റായി പറന്നിറങ്ങാൻ ആഗ്രഹിച്ച് ഇരു കരങ്ങളും ഉയർത്തി കർത്താവിനൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവേ നന്ദി, കർത്താവേ സ്തുതി, കർത്താവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലോമിനെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ശാലോമിനെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. ഇടതുകരം നെഞ്ചോട് ചേർത്ത് നമ്മുടെ വലതുകരം നമുക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് നമുക്ക് ലോകം മുഴുവൻ ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ ലോകത്ത് അങ്ങയെ അറിയാതെ അന്ധകാരത്തിലൂടെ പാപബന്ധനങ്ങളിലൂടെ നശിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എന്റെ ഈശോയെ, നിന്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ പാപത്തിലും അശുദ്ധിയിലും കിടക്കുന്ന എല്ലാ മക്കൾക്കും വചനം കൊടുക്കുവാൻ കർത്താവേ കൃപ വർഷിക്കണമേ, കൃപ വർഷിക്കണമേ, കൃപ വർഷിക്കണമേ. യേശുവേ, യേശുവേ, പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയെ നീ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ലോകം മുഴുവൻ ഒരു പുതിയ ബന്ധക്കുസ്ത പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവേ അങ്ങ് സഭയിലേക്ക് എഴുന്നള്ളി വരണമേ, സഭയെ ഉണർത്തണമേ, തളർന്നു പോയിടത്ത് ബലം പകരണമേ. യൂറോപ്യൻ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിനൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ കനിയണമേ, ഈശോയേ കനിയണമേ, ഈശോയെ, ഈശോയേ കനിയണമേ, ഈശോയേ കനിയണമേ, ഈശോയേ കനിയണമേ, ഈശോയേ കനിയണമേ. ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം.